ദൃശ്യങ്ങൾ നോക്കിയപ്പോൾ അത് കയ്യിൽ നിന്ന് അവർ കൊടുത്തു, അവരുടെ കൈസ കൊടുത്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നല്ല, അത് അവർ കൊടുത്തു, പക്ഷെ അത് അവരുടെ കയ്യിലുള്ള പൈസ എന്നാണ് അവർ പറയണത്. അതായത് അവരുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന പൈസയാണെന്നുള്ള അങ്ങനെയാണ് അപ്പൊ അവര് പറഞ്ഞത്. നമുക്കതറിയില്ല. ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആദ്യം പറഞ്ഞത് തന്നത് എന്നാണ് തന്നെ പറഞ്ഞത്. പൈസ ചോദിച്ചു, അത് തന്നു എന്നാണ്. പിന്നീട് വീണ്ടും ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് അവർ മാറ്റി പറയുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്. ഇനി അതിൽ കൂടുതൽ എന്താ അന്വേഷണം നടക്കുക? അല്ല, അത് തന്നെ ഓഫീസിൽ അന്വേഷിച്ചിട്ട് അനുസരിച്ച് ബാക്കി അതെ അതെ ഈ ദൃശ്യങ്ങളുടെ അതിന്റെ അടിസ്ഥാനത്തിലാണോ ജില്ലാ കളക്ടർക്ക്? അതെ അതെ, അതിനനുസരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചും എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫ്ലൈയിങ് സ്ക്വാഡിന്റെയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് വന്നിട്ടുണ്ട്, അവരും റിപ്പോർട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, അവർ മറുപടി കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കറൻസി അവർ കാണിച്ചു തന്നു, അവർ പെൻഷൻ കിട്ടിയെന്ന് പറയുന്ന കറൻസി അവർ കാണിച്ചതുണ്ടായിരുന്നു. അവർ അത് പരിശോധിക്കാൻ അതെനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് അറിയില്ല. അത് ഓഫീസിൽ ചോദിച്ചു. എത്ര രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്? അവർ ഇപ്പൊ ഞാൻ കണ്ടില്ല. അതാണ് ആഷ്മി, എന്തായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ, ഫ്ലൈയിങ് സ്ക്വാഡിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് ഈ നമ്മളോട്, അതായത് ദേവു എന്ന് പറയുന്ന സ്ത്രീ രണ്ടാമത് മൊഴി, അതായത് പ്രതികരണം മാറ്റി പറഞ്ഞ ശേഷം ഉള്ള ആ മൊഴി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് ദേവു എന്ന് പറയുന്ന സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ മകനും നൽകിയിരിക്കുന്നത്. അമ്മ അവർ പണം തന്നാണെന്ന് പറയുകയും പിന്നീട് മകന്റെ ഇടപെടൽ മാറ്റി പറയുകയും ചെയ്തു. മകൻ അറിയാം അതിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും ഉദ്യോഗസ്ഥർ വന്ന് ചോദിക്കുമ്പോൾ BJP വന്ന് ഞങ്ങൾ പണം തന്നു എന്ന് മകൻ പറയിപ്പിക്കില്ലല്ലോ അമ്മയെ കൊണ്ട്. അത് എവിടൻ്റെ, അത് എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ മൊഴിയിൽ വിശ്വസിച്ച് ഓക്കെ ഡൺ എന്നാണോ ഫ്ലൈയിങ് സ്ക്വാഡും ഇലക്ഷൻ കമ്മീഷനും തീരുമാനിക്കുക? അതോ ഈ ദൃശ്യങ്ങളടക്കം തീരുമാനിച്ച് നടപടിയിലേക്ക് പോകാനിടയുണ്ടോ ഷാരിഖ്? ആഷ്മി, നമുക്കിപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ഇവർ ഈ മൊഴി സ്വീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ ആ മൊഴി സ്വീകരിച്ചു കഴിഞ്ഞു, ആ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയുടെ, അതായത് ഇവർ നൽകിയ പണം പോലും അവർ കാണാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ അമ്മ പറഞ്ഞ മൊഴി അപ്പാടെ സ്വീകരിച്ചാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകുക. ഇത്തരത്തിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ അമ്മ പറഞ്ഞ മൊഴിയിൽ ഇവർ അത് സ്വീകരിച്ചു, അതിന് ജില്ലാ കളക്ടർക്ക് ഒരു റിപ്പോർട്ടായി സമർപ്പിക്കുക മാത്രമാണ് ഉണ്ടാകുക. അപ്പോൾ ഇത്തരത്തിൽ NDA സ്ഥാനാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ ആ പണം നൽകിയവർക്ക് NDA സ്ഥാനാർത്ഥിക്കോ എതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.